കോതമംഗലത്ത് സബ്സ്റ്റേഷൻ ചെറുവട്ടൂർ റോഡ് കനാലിനരികിൽ ജൈവമാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടലിൽ നിന്നുള്ള പാഴ്സൽ ഭക്ഷണവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിച്ച സംഭവമുണ്ടായി. മാലിന്യം തള്ളൽ ആവർത്തിക്കാതിരിക്കാൻ നഗരസഭ CCTV സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോതമംഗലത്ത് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ജൈവ മാലിന്യം തള്ളൽ പതിവാകുന്നു. ജനുവരി 31 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷം സബ്സ്റ്റേഷൻ ചെറുവട്ടൂർ റോഡിൽ കുടിവെള്ള സ്രോതസ്സായ PVIP സബ് കനാലിന് സമീപം ഹോട്ടലിൽ നിന്നുള്ള പാഴ്സൽ ടൈപ്പ് ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തള്ളിയ സംഭവം ഉണ്ടായി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സമീപവാസിയായ പുതിയക്കൽ ബോബി P. കുര്യാക്കോസ് മുനിസിപ്പൽ ഹെൽത്ത് സ്ക്വാഡിനെയും സമീപവാസികളെയും വിവരം അറിയിച്ച് വിളിച്ചു വരുത്തി. ഹെൽത്ത് സ്ക്വാഡ് വിശദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ഉടൻ പിടികൂടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പരിസരവാസികൾക്ക് ഉറപ്പു നൽകി. മുൻപ് ഈ പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായപ്പോൾ സമീപവാസികൾ ചേർന്ന് പരിസരം വൃത്തിയാക്കി വേസ്റ്റുകൾ കത്തിച്ചിരുന്നു. പ്രദേശത്ത് മദ്യപന്മാരുടെ ശല്യവും കൂടി വരുന്നതായി പരാതിയുണ്ട്. കുടിവെള്ള സ്രോതസ്സിന് സമീപം ജൈവ മാലിന്യം തള്ളൽ ആവർത്തിക്കാതിരിക്കാൻ നഗരസഭ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിസര വീക്ഷണം നടത്തുമെന്ന് സമീപവാസികൾ മീഡിയ 60 ന്യൂസിനോട് പറഞ്ഞു. കോതമംഗലം സബ്സ്റ്റേഷൻ വഴി നിന്ന് ചെറുവട്ടൂർക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ ഓരത്ത് സ്ഥിരമായിട്ട് ഈ ഭക്ഷ്യസാധനങ്ങൾ, അതായത് വേസ്റ്റ് നിക്ഷേപിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയുള്ളവരെല്ലാവരും കൂടെയും കൂടിയിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കൃത്യമായിട്ട് ക്ലീൻ ചെയ്താൽ, മുനിസിപ്പാലിറ്റി ഒന്നും വന്ന് ക്ലീൻ ചെയ്തതല്ല, നമ്മുടെ ആളുകൾ തന്നെ, ഇവിടെയുള്ള ഈ നിവാസികൾ തന്നെ കൂടിയിട്ട് ക്ലീൻ ചെയ്ത് വളരെ ഭംഗിയാക്കി ക്ലീൻ ചെയ്ത് ഇട്ട സ്ഥലത്താണ് ഇന്നലെയും മിനിഞ്ഞാന്ന് ഇട്ട ഒരു കൂട്ടമാണ് ആ കാണുന്നത്. ഇന്നലെ വൈകിട്ട് 7:45-നും 8:45-നും ഇടയിലാണ് ഇത് നിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം 7:45 ഞാൻ ടൗണിലോട്ട് ഒരു മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ 8:45-നുള്ളിൽ അത് ആരോ ഭക്ഷണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഭക്ഷണപ്പൊതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതോ കടയിൽ ബാലൻസ് വന്ന സാധനമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു ജലസ്രോതസ്സുണ്ട്. ആ ജലസ്രോതസ്സിലൂടെ ഇതിന്ന് വെള്ളമാണ് താഴേക്ക് വിളയാൽ ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ ഒരുപിടി ആൾക്കാർ ഈ വെള്ളസ്രോതസ് ഉപയോഗിക്കുകയും അതിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് സത്യമായൊരു നടപടി ഇതിനു വേണ്ടിയിട്ട് ഇത് നിർത്തലാക്കുവാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം ഇന്നലെ വികസന സെമിനാറിൽ ഞാൻ പങ്കെടുത്തിരുന്നു. കോതമംഗലം മുനിസിപ്പാലിറ്റി വികസന സെമിനാറിൽ ഈ ഒരു വിഷയം ഞാൻ ഉന്നയിച്ചിരുന്നു. ഇങ്ങനൊരു വിഷയം ഇവിടെ കാണുന്നുണ്ട് എപ്പോഴും. ഞങ്ങളത് സ്വയമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും മിനിഞ്ഞാന്നിട്ടത് കണ്ടത് ഞാൻ പറഞ്ഞതാണ്. മാലിന്യം തള്ളുന്നവർക്ക് കർശന ശിക്ഷ പിഴയായി ഈടാക്കുന്നതിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് പ്രശ്നബാധിത സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.